ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഉപ്പും മുളകും ഫാമിലി ആ ലൂപ്പ് ഈ അടുത്ത കാലത്തൊന്നും തീരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഞാൻ 2-3 ദിവസം മുമ്പ് ചെയ്ത വീഡിയോക്കകത്താണ് അവരുടെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചെന്നുള്ള കാര്യം പറഞ്ഞതും എനിക്ക് കാര്യം മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും അതങ്ങനെ തന്നെ അത് മനസ്സിൽ തന്നെ നിലനിർത്തുന്നു. അത് ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. ഇവിടെ ഇപ്പോൾ നന്ദു എന്ന് പറയുന്ന നന്ദൂസ് വ്ളോഗ് അഥവാ കുഞ്ഞൻ എന്ന് പറയുന്ന അവരുടെ ഇളയ കുട്ടി, ഇപ്പോൾ ഇറങ്ങിപ്പോയ കുട്ടി, അവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. വീണ്ടും ചില പ്രതികരണങ്ങൾ പൊന്നൂസ് എന്ന് പറയുന്നവരുടെ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഇന്നലെ രാത്രി തന്നെ കണ്ടതാണ്. കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതിനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വഴിതെറ്റിയെങ്ങാനും മറ്റെന്തെങ്കിലും വിഷയമെന്ന് കരുതി വന്നവർ, നിങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന നല്ല വിഷയങ്ങൾ യൂട്യൂബിൽ പോയി കണ്ട് തീർച്ചയായിട്ടും കാണുക. അല്ലാതെ തീർച്ചയായിട്ടും ഇത് കാണണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ വിനിയോഗിക്കുക. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരാം. ഇതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, ആ പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞതെല്ലാം അതല്ല സത്യം എന്നുള്ള രീതിയിലേക്ക് തെളിവുകളടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടാണെങ്കിലും എനിക്ക് രണ്ടു കൂട്ടുകാരോടും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ച് ഒരു തീന്മേശയുടെ മേളിൽ ഇത്രയും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത് കാണേണ്ടവരാണ് നമ്മൾ. അതായത് നിങ്ങൾ ഒരുമിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ കാണുന്നതാണ്. സമൂഹത്തിൽ ഇതിൽ ഇറങ്ങിപ്പോകുന്ന ഇപ്പോൾ ശപിക്കുകയും പിന്നെ തിരിച്ചു കയറ്റുകയും പിന്നെ നന്നായിട്ട് പോവുകയും പിന്നെ അതുവരെ പറഞ്ഞവരെല്ലാവരും നാട്ടുകാർ കുറ്റക്കാരാവുകയും ചെയ്യുന്നൊരു സാഹചര്യം കുറേ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെയും അതിന് അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തിയും ഇനിയെങ്കിലും സൂക്ഷിക്കുക. കാരണം ഈ കുട്ടി ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ജീവിക്കട്ടെ എന്നാണ് ഞാനും എൻ്റെ വീട്ടിൽ പറഞ്ഞു. അവർ ജീവിക്കട്ടെ. അവർക്ക് ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇതിൽ ചെന്ന് വീഴാതിരുന്നാൽ മാത്രം മതി എന്നാണ്. എന്തായിരുന്നാലും ഇവർ പറയുന്ന പ്രസക്തമായ ആദ്യത്തെ ഭാഗം കേൾക്കാം. ഈ പറയണവർക്ക് എന്തും പറയാം. അതിപ്പോ നമുക്ക് ആലോചിച്ചറിയാം. ഈ ദേഷ്യം വരുമ്പോഴേ പലതും പറയുന്ന സ്വഭാവമുള്ള ആൾക്കാർ കുറെ ഉണ്ട്. അത് നമുക്ക് പല തെളിവുകളും നോക്കാനുണ്ട്. പലതുണ്ടോ പലവർക്കും പലതുണ്ടോ പലവർക്കും. ഈ പാസ്റ്റിൽ 10ൽ എന്തായിരുന്നു, +2 എന്തായിരുന്നു, ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളും രീതികളെ കുറിച്ച് ചോദിച്ചത്. ഇവിടെ ഈ പയ്യൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പറ്റുവാണെങ്കിൽ ഈ ടൈം ലൈൻ വെച്ചുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പെൺകുട്ടിയെ വെച്ചിട്ടുണ്ടാക്കണേ, അല്ലാണ്ട് എൻഗേജ്മെന്റ് ഉറപ്പിച്ചിട്ട് വേറെ തന്നെ പോയതല്ല. മനസ്സിലായല്ലോ. ഇപ്പോൾ ചിരി തന്നെയാണ് വന്നത്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചിരി വന്നതാണ്. കാരണം ഈ പയ്യൻ, ഞാൻ എൻ്റെ വീഡിയോക്കകത്തും പറഞ്ഞിരുന്നു, അയാളുടെ വിവാഹത്തിൽ ഉറപ്പിച്ച പെണ്ണിനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ആ വീട്ടുകാരെ വേദനിപ്പിച്ചുകൊണ്ടെന്നുള്ള രീതിയിലേക്കാണ്. എൻ്റെ മുമ്പിൽ അറിഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഇവരുടെ പേഴ്സണൽ സ്പേസിനകത്ത് അവർക്കിടയിൽ നടന്ന കാര്യമാണ്. ഇതിനകത്ത് കാണുന്ന ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രേഞ്ചാണ്. ഈ കാര്യങ്ങളൊന്നും നമ്മളായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ സോഷ്യൽ മീഡിയക്കകത്ത് വന്നിട്ട് ഇത് പറയുന്ന കാര്യങ്ങളായതുകൊണ്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണിത്. സ്വാഭാവികമായിട്ടും അവർക്കധികം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിനു മുമ്പ് നടന്നിട്ടുള്ളതാണ് ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം രൂക്ഷമായ രീതിയിലുള്ളൊരു ഭാഷ വന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ശരിക്കും പറഞ്ഞൊരു പ്ലാൻഡ് പരിപാടി രണ്ട് സൈഡിൽ നടക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പലരും പറയുന്നു ഇതൊക്കെ ഇവരുടെ നാടകങ്ങളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊന്നും ഒരു നാടകമായിട്ട് കാണാൻ തോന്നുന്നില്ല. കാരണം വ്യക്തിത്വത്തിനെ വിറ്റുകൊണ്ട് ആർക്കും നാടകം കളിച്ചിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അങ്ങനെ ശ്രമിക്കുന്ന ഒരാളല്ല. നിങ്ങൾ അങ്ങനെ ശ്രമിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവർ അങ്ങനെ ശ്രമിച്ചിരിക്കാമെന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അത് അങ്ങനെയാണോ? നിങ്ങളുടെ തോന്നലും അങ്ങനെയാണോ? അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായിട്ടുണ്ടാവും. അതായത് മൂത്ത കുട്ടി ഇപ്പം നന്നായിട്ട് ജീവിക്കുന്നു കേട്ടോ, ഒരു കുഞ്ഞൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് ജീവിക്കുന്നു. അവർ നന്നായിട്ട് ജീവിക്കട്ടെ, അവരെ കുറ്റപ്പെടുത്താൻ ഈ നിമിഷത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ഇറങ്ങിപ്പോയതിന് ശേഷം ആ വീട്ടിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളിലും ആ ചേച്ചിയും ഇവരുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഷെബിൻ അല്ലേ, അദ്ദേഹമൊക്കെ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതായത് ആ ചെറുക്കൻ അഥവാ ആ ഷെബിൻ എന്ന് പറയുന്ന ആ പുള്ളി അന്ന് ഇറക്കിക്കൊണ്ട് പോയ സമയത്ത് ഈ കുട്ടിക്ക് മറ്റൊരു പയ്യനുമായിട്ടുള്ള ഇതായിരുന്നു, കല്യാണമൊക്കെ ഇതായി അല്ലേ, അങ്ങനെ എന്തോ ആയിരുന്നു. അതിനുശേഷം ഈ പുള്ളിയോട് ഷെബിനോട് ഇറങ്ങിപ്പോയതാണ്. കല്യാണം ഉറപ്പിച്ച ഒരാളോട് ഇറങ്ങിപ്പോയത് മറ്റൊരാളോടെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ എൻ്റെ കല്യാണം നിശ്ചയിച്ച കുട്ടിയെ തന്നെയാണ് ഇറക്കിക്കൊണ്ട് പോയത് എന്നുള്ളതാണ് ഇവിടെ ഈ പുള്ളി പറയുന്നത്.
അതിനകത്തൊരു ന്യായമുണ്ട്. മനസ്സിലായോ? ഞങ്ങൾ തമ്മിൽ സമാധാനമായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഞാനിടെ ഇടയിൽ എടുത്ത പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയതാണ് ഈ പയ്യന്റെ മുമ്പിൽ ഇപ്പോൾ ആ ഷെബിൻ എന്നുള്ള പയ്യനെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അടിക്കുമെന്നുള്ള രീതിയിൽ അടിക്കുന്നത്. കാരണം ഓരോ മനുഷ്യരും ഓരോ സാഹചര്യത്തിലാണ്, നമുക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തന്നെ നമുക്കറിയൂ. അവരുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പൊന്നൂസ് വ്ളോഗ് അല്ലേ, പൊന്നു എന്ന് പറയുന്ന ആ കുട്ടിയുടെ ചാനലിനകത്ത് വീഡിയോസൊക്കെ വന്നത്. അവർ സംസാരിച്ചത് ഏതാണ്ട് ഒത്തിരി ദൈർഘ്യമുള്ളൊരു വീഡിയോക്കകത്ത് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സഹോദരിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പുള്ളിയെ ബ്ലോക്ക് ചെയ്തതിനെക്കുറിച്ചും ഈ പുള്ളിക്കാരൻ്റെ ചാത്തൻ സേവ, ഗുളികൻ സേവ, മറ്റത് മറിച്ചത്, ഇവരെ കൂടോത്രം ചെയ്യുന്നത്, വീട്ടുകാരെ കൂടോത്രം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന കുട്ടി തന്നെയാണ് അവരോട് പറഞ്ഞെന്ന് പറയുന്നത്. അതിനകത്തുള്ള എവിഡൻസ് ഒക്കെ അറിയത്തില്ല. പക്ഷേ ഈ കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ആ സ്വന്തം വീട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഈ കല്യാണം ഉറപ്പിച്ച് ഈ പയ്യന് അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് വാട്സാപ്പൊക്കെ ഓണാക്കി വെച്ച് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 8ന്റെ പണി ശരിക്കും പറഞ്ഞ് കിട്ടിയിരിക്കുന്നത് ആ ഉപ്പും മുളകും ഫാമിലിയിലുള്ള ആ അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ആണ്. പറയാതിരിക്കുന്ന നിവൃത്തിയില്ല, മകള് തന്നെയാണ് ആ പണി കൊടുത്തിരിക്കുന്നത്, അതായത് ഈ കുട്ടി. ഒന്നാമത്തെ ഒന്നിനും പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവരാ. പിന്നെ ഈ വീഡിയോസെല്ലാം കാണുന്നവർക്കും പലവർക്കും കുറച്ച് വർഷം മുന്നത്തെ കാര്യങ്ങൾ ആലോചിച്ചറിയാം. ദേഷ്യം വരുമ്പോ ആരൊക്കെ എന്തൊക്കെ തുറന്നു പറയും, ഇല്ലാത്ത കാര്യം ഇല്ലാത്തത് പറയും, ഇല്ലാത്തത് പറയുന്നൊക്കെ അറിയാം. ഇത് കുട്ടി ഡയറക്റ്റ് ട്രോൾ ടു ഹെർ മദർ, അമ്മയ്ക്കിട്ട് കൊടുത്ത കൊടുപ്പാണ്. അതായത് ആ ദേഷ്യം വരുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും എന്നുള്ള കാര്യം കുറച്ച് കാലത്തിന് മുമ്പുള്ള കാര്യം ആലോചിച്ചാൽ മതി എന്നുള്ള കാര്യം വിറ്റ്നസ് ആണ്, ഒരു പ്രൈം വിറ്റ്നസ് ആണ്. അതായത് അവിടെ ആ വീട്ടിനകത്ത് കണ്ടുകൊണ്ടിരുന്ന കുട്ടി തന്നെ സ്വന്തം അമ്മയെ കളിയാക്കുന്നത് തന്നെയാണത്. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള വ്ളോഗിങ് സ്റ്റൈലുകളെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തരുത്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു സംഭവമാണ്, ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ അകത്ത് വ്ളോഗ് ചെയ്ത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാക്കാമെന്ന് ആരും ചിന്തിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, രാവിലെ ഉറക്കമെണീക്കും, പല്ല് തേക്കുന്നതും അപ്പിയിടുന്നതും ആഹാരം കഴിക്കുന്നതും കൈ കഴുകുന്നതും വാ കഴുകി തുപ്പുന്നതടക്കം അവസാനം പോയിട്ടിടുന്ന നിക്കറിൻ്റെ കളറ് വരെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ചെയ്യുന്നൊരു കാര്യം, അതെല്ലാം ഇങ്ങനെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കാണുന്നവർ ഇതെല്ലാം അങ്ങ് കണ്ട് സന്തോഷിക്കുന്നതല്ല ഈ വ്യൂവേഴ്സ്. ഇവരെല്ലാവരും കണ്ടിട്ട് ചില ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കാണും, ചില ആൾക്കാർ അയ്യേ എന്നും കാണും. ഇത് രണ്ടും കാണുന്ന കൂട്ടം നമുക്കിടയിലുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ 2 പക്ഷം കാണും. ഒരു പക്ഷേ ഇതിനകത്തുള്ള കാര്യം അറിയാം, മറ്റേ പക്ഷേ ഇവരെന്തുവാടെ പറഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ലേ, രാവിലെ എണീച്ചിട്ട് കണ്ടോ എൻ്റെ കുടുംബകാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളും കോണ്ടന്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു കോണ്ടന്റ് എന്ന് പറഞ്ഞതിന് എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ ചിലപ്പം പറഞ്ഞേക്കാം പരദൂഷണമാണെന്ന്. എന്തായാലും പരദൂഷണം എന്ന് വെച്ചാൽ മറ്റൊരുത്തനെ ഇങ്ങനെ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുക, അങ്ങനെയല്ല. ഇത് ഇവർ പറയാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, ഇവർ പറഞ്ഞ കാര്യങ്ങളൊട്ട് ഞാനൊട്ട് പറയുന്നുമില്ല. അങ്ങനെ ആയിരുന്നു ഇത് പരദൂഷണമാകുമായിരുന്നു. ആ ഒരു കാറ്റഗറിയിലേക്ക് താല്പര്യമില്ല. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ ഈ കുട്ടി വേറെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഈ ചെറുക്കന് നമ്മുടെ ട്രിവാൻഡ്രം സ്ലാങ് കേട്ടോ. ഈ പയ്യന് ഈ ഇതില്ല, ജോലി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സിനിമോട്ടോഗ്രാഫി കോഴ്സ് പറഞ്ഞാല് ചിലർക്ക് മനസ്സിലാവും, ഫിലിമായി ബന്ധപ്പെട്ട നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ ജോലി പറഞ്ഞില്ലേ, ഈ പുള്ളിക്ക് ജോലിയൊന്നുമില്ല, പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്, സത്യമായിട്ടുള്ള കാര്യമാണ്. സ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾ 2 കൂട്ടരും സംസാരിക്കുന്ന കാര്യങ്ങൾ സഭ്യമായ ഭാഷയിൽ തന്നെ പറയുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഓണസദ്യയൊക്കെ കാണാനുള്ളവരാണ് നമ്മൾ. അന്ന് നിങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അന്ന് നിങ്ങൾ എന്നിട്ട് പറയരുത് ഇതിനിടയ്ക്ക് ഒരുപാട് പേര് കളിച്ചു, ആ കളിച്ചത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചതാണ്. എൻ്റെ ഈ മരുമോൻ പഞ്ചപാവമായിരുന്നു, എൻ്റെ ഈ മോള് പാവമായിരുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ മഹാപാവമായിരുന്നു, എൻ്റെ അച്ഛൻ വളരെ പാവമായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ താനാരെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താനാരെന്ന്, അപ്പോൾ ഞാൻ തനിക്ക് പറഞ്ഞു തരാം താനാരാണെന്ന് ഞാനാരെന്ന് പറയുന്ന ആ ഒരു നമ്മുടെ സ്റ്റൈലിലേക്കൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ മാറാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജോലിയുടെ ഒരു കേസ് പറയുന്നത് പിന്നെ ഈ ജോലി പറഞ്ഞില്ലേ, പയ്യന്റെ സംസാര ശൈലി ഭയങ്കര രസമാണ്. കുത്തിത്തിരിപ്പിന്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, പുള്ളി സീരിയസ് ആയിട്ടാണോ പറയുന്നത്, എനിക്ക് ആ ഒഴുക്കിനെ കുറിച്ചാട്ടോ. ഞാൻ ആ ഭാഷ പുള്ളി കളിയാക്കിയല്ല കേട്ടോ. കാരണം എനിക്ക് തൃശ്ശൂരാണോ ഈ ഒരു സ്ലാങ്, തൃശ്ശൂരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, തൃശ്ശൂർ എന്ന് തോന്നുന്നു. ചോദിച്ചു ജോലി കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടന്റെ താല്പര്യമില്ല അവിടേക്ക് പോവാൻ. അപ്പൊ നിന്റെ ലൈഫ് സെറ്റാണ് പറഞ്ഞു, ഇവിടെ നിന്നാലും സെറ്റാണ്, ഞങ്ങൾ സെറ്റാണ് മതി, ഏട്ടന് അവിടെ തിരിച്ചു പോകാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ കളർ സർട്ടിഫിക്കറ്റ് ആകും, അതാണ് അയച്ചു തരാത്തതെന്ന് പറഞ്ഞു. അത് മറുപടി ഒരു രീതിയിൽ വന്നപ്പോഴാണ്
പുള്ളിയുടെ കള്ള സർട്ടിഫിക്കറ്റ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് കളിയാക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ അല്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ സർട്ടിഫിക്കറ്റ് അയപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ആൾക്ക് അയക്കാണ്ട് മുന്നേ തന്നെ ഒരു രീതിയിൽ വന്നു. കള്ള സർട്ടിഫിക്കറ്റ് ആവും, ശരിക്കും പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ജോലിക്ക് തോക്കാത്തത് എന്നുള്ളതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. പലരും പല വലിയ പഠിപ്പ് പഠിച്ചിട്ടും അല്ലെ ഹൈ ലെവലിൽ പഠിച്ചിട്ടും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം പയ്യന്റെ കലിപ്പ് തീരുന്നില്ല. പുള്ളിക്ക് കലിപ്പ് തീരുന്നില്ല. പുള്ളിക്ക് ആ ഷിബിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എടുക്കണമെന്നൊക്കെ നല്ല താല്പര്യമുണ്ട്. സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, ഞാനിപ്പോഴും പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓണസദ്യ അല്ലെങ്കിൽ തീന്മേശ മറക്കരുത് ആരും. ഈ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ ആൾക്ക് ജോലിയാണ് വർക്ക് ചെയ്തത് തന്നെയാണ്. പിന്നെ ഒന്നാമത്തെ കല്യാണം ആലോചിക്കുമ്പോൾ ആൾ തിരിച്ചു പോലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോഴും ആര് പറഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ കുഴപ്പം, ഇപ്പൊ അച്ചു ചെയ്യണ വർക്ക് ചെയ്തോട്ടെ, നീ നിന്റെ വ്ളോഗും കൊണ്ട് നിന്റെ ലൈഫും കൊണ്ട് നടക്കുമ്പോൾ രണ്ടാളും കൂടി ആയി കഴിഞ്ഞാൽ നന്നായി ലൈഫ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് പറഞ്ഞത്. ഈ പയ്യൻ ഓൾറെഡി ഒരു എഞ്ചിനീയർ ആട്ടോ. ഞാനത് എനിക്ക് പുതിയ അറിവാണ്. ഞാൻ അങ്ങനെ ഒരു അറിവ് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു വിദ്യാഭ്യാസം ഒക്കെ ഇല്ലാത്ത, ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്ത, നമ്മുടെ മുമ്പിലേക്ക് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇവരെ ഈ വ്ളോഗിൻ്റെ പേരിൽ തന്നെ ഇതാക്കി എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ചുള്ള വ്യക്തതയും സത്യസന്ധതയും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ആരെയും ചോദ്യം ചെയ്യുന്നില്ല, അവരെയും ചോദ്യം ചെയ്യുന്നില്ല, ഇവരെയും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ ആകെ സംസാരിച്ചിട്ടുള്ളത്, ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഈ ആ വീട്ടുകാരെ വേദനിപ്പിച്ച അമ്മയും അച്ഛനെയൊക്കെ ഒരു സുപ്രഭാതി ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് മറ്റൊരിടത്ത് ഒന്ന് കുറ്റം പറയുകയും ചെയ്യുക, ഇതൊക്കെ ഒരു ശരിയായ നടപടിയാണോ? പിന്നെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് അതത്ര വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അത് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ വേദനാജനകമായ സാഹചര്യം അതുണ്ടായെന്നുള്ള കാര്യം വളരെ സത്യസന്ധമായിട്ട് അറിഞ്ഞ ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് ഞാൻ പിന്നോക്കം പോകുന്നില്ല. പക്ഷെ ഇപ്പം നടക്കുന്ന ഈ ഒരു കവല കൂത്തിനോടൊന്നും അങ്ങനെ യോജിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ അച്ഛൻ വിളിച്ചപ്പോൾ അങ്ങനെ രീതിയിൽ തന്നെയാണ് അവർ സംസാരിച്ചത്. എന്റെ അച്ഛനെ ഏട്ടൻ പോകണം തന്നെയായിരുന്നു താല്പര്യം. അപ്പൊ അല്ലേ ആദ്യം താല്പര്യം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. പക്ഷെ ഇപ്പോഴും നിൽക്കുന്നത് ഏട്ടന്റെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ നിന്ന് ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കി എന്നുള്ളൊരു കാര്യം അത് ആ വീട്ടിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് അവർ പറയുന്നത്. ഈ കള്ളക്കഥകളും ഈ കുഷ്ടികളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഈ പുള്ളി ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയം ഒരു പാഷനാണ്. അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ ഒരു രസമാണ്, എനിക്കിങ്ങനെ ക്യാമറയിലൊക്കെ വീഡിയോയിൽ ഇങ്ങനെ മുഖമൊക്കെ വരുന്നത് ഭയങ്കര താല്പര്യമാണെന്നൊക്കെ പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ചിലപ്പോൾ തോന്നിയേക്കാം. അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഞാനിപ്പോഴും തുറന്നു പറയാമല്ലോ സുഹൃത്തുക്കളെ, കുറേ നാൾ കഴിയുമ്പോഴേക്കും ഇവരെല്ലാവരും ഒന്നാവും. ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടിയിൽ പോവുകയും ചെയ്യും. അന്ന് പിന്നെ വീണ്ടും വിമർശിച്ചുകൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം ഏറിലും കയറും. ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും ഏറി കയറ്റാൻ വേണ്ടിയിട്ട് പോകണം. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്നത്തതിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് വേണമെങ്കിൽ ചിന്തിച്ചോ. ആ ഫ്യൂച്ചർ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ പ്രസൻറ്റ് എന്ന് പറയുന്ന അപ്പോഴത്തെ പാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെയൊക്കെയാണ്. അത്രയേ ഉള്ളൂ. പല കാര്യങ്ങളും പറയുന്നത് എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിരുന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി കലിപ്പനാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. പുള്ളിക്ക് നല്ല കലിപ്പുണ്ട്. പുള്ളിക്കാരൻ വിചാരിക്കുന്ന വെച്ചാൽ മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ കല്യാണത്ത് ഉറപ്പിച്ച പെണ്ണിനെ ഇറക്കിക്കൊണ്ട് പോയ ഒരാളാണ്. അതായത് വേറൊരാളെ ലൈഫിൽ നിന്നും സ്വന്തം ആ പെണ്ണിനെ അടർത്തിയെടുത്തുകൊണ്ട് പോയ ഒരാളാണ്. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ. ഞാൻ എന്നെ കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ ഇറക്കി കൊണ്ടുപോയത്. എന്നിട്ട് നീ എന്തിനാളാ എന്റെ ലൈഫിന്റെ അകത്ത് കയറി വർത്തമാനം പറയുന്നതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി കലിപ്പ് പറഞ്ഞില്ല. ഒരു രീതിയിലൊരു കേസ് ഉണ്ടായി. അതുകൊണ്ടാണ് എന്റെ ഫുൾ വീഡിയോ കണ്ടത്. ഞാൻ കണ്ടിരിക്കുകയാണ്, താല്പര്യമായിട്ടൊന്നും കണ്ടില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ട്രോളി ഒരാളുടെ വീഡിയോയിലാണ് ഞാൻ കേട്ടത്. ട്രോളി വീഡിയോ ഞാൻ ഒരാളാണ്. അതിലാണ് കേട്ടത് എന്റെ വീടിന്റെ ഡോറ് രണ്ടും അടച്ചിട്ട് പറയുന്ന ആളുടെ കുട്ടീനെ കൊണ്ട് ഞാൻ കിണറ്റിലിടാൻ വേണ്ടി കിണറ്റിന്റെ അവിടെ പോയി നിന്നില്ല. ഒന്നാമത്തെ എന്റെ വീട്ടിലെ കിണർ എവിടെയാണെന്ന് വെച്ചാൽ പറമ്പിലാണ്. എന്തൊക്കെ ഈ കഥ ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. കൊച്ചിനെ കൊണ്ട് കിണറ്റിലിടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്തുവാണ് ഇതൊക്കെ? ഈ കൊച്ചു കുട്ടിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം താല്പര്യമൊക്കെ ഉണ്ടാവും. എന്തിനു ചെയ്യണം? പിന്നെ ഈ പുള്ളിക്കാരൻ്റെ നമ്മുടെ ജോലി സംബന്ധമായിട്ട് കുറേ അധികം കാര്യങ്ങൾ പുള്ളി ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് സർട്ടിഫിക്കറ്റുകളും എനിക്ക് ഓരോ കാര്യങ്ങൾ ഇതൊക്കെ വെറുതെ ആയിട്ടുള്ളതല്ല, ഇതെല്ലാം ഉള്ളതാണ് എന്നുള്ള രീതിയിൽ പുള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ആളൂര് NEP സെന്റർ ഗൾഫ് ടെക്കിംഗ് പഠിച്ച സർട്ടിഫിക്കറ്റ് ആണ്. NEP മെക്കാനിക്കൽ എടുത്തിട്ട് പങ്കിടുന്ന നല്ല ഫുള്ളായിട്ട് നെയിം വരുന്നത്. അപ്പോൾ അത് സർട്ടിഫിക്കറ്റാണ്. ഞാൻ പഠിച്ച ഇലക്ട്രിക്കലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ പോയിട്ടുള്ള കാര്യം പറയണത്, ഇത് എത്ര ഏരിയയാണ്, ഇതൊന്നും എത്ര ഏരിയയാണ്. വെറുതെ അവിടെ കൂടുതൽ കിടക്കുന്ന സംഭവം കിട്ടിയില്ലേ.
100%. ഖത്തറൊക്കെ വളരെയധികം അവിടുത്തെ ഐഡിയ കിട്ടണമെങ്കിൽ വളരെ പാടാണ്. നമ്മളിപ്പോൾ UAE ആയിക്കോട്ടെ, UAE കൺട്രീസ്, ഇപ്പം UAE ID അവിടെ ഉണ്ട് നമ്മുടെ എമിറേറ്റ്സ് ID എന്നൊക്കെ പറഞ്ഞിട്ട്. ആ എമിറേറ്റ്സ് ID എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരാൾക്ക് പോയി ചുമ്മാ കിട്ടത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വെറുതെ ഒരു ഫേക്ക് ആയിട്ടുള്ള, നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ഏതെങ്കിലും DTP സെൻറ്ററിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒരു എന്തെങ്കിലും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റോ കൊണ്ട് ഉടായ്പ കാണിച്ചു കൊണ്ട് കൊടുക്കുന്നത് പോലെയൊന്നും ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് ഒരു കാരണവശാലും ഒരു ഫേക്ക് എന്താണ് പ്രൊഫഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ അകത്ത് നടക്കത്തില്ല. അത് ഈ പുള്ളി പറഞ്ഞത് 100% ന്യായമായ കാര്യമാണ്. അത് വില പോകത്ത കാര്യമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞോ എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്ട നോൺസെൻസ് ആണ്. അങ്ങനെ കിട്ടത്തില്ല. അതായത് ഖത്തറിലുള്ളവരുണ്ടോ നിങ്ങൾ പറയൂ, ഖത്തറിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അയാളുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഖത്തർ ID ഉണ്ടാക്കാൻ പറ്റും? UAE ഉള്ള ആൾക്കാർ പറയൂ എമിറേറ്റ്സ് ID ഉണ്ടാക്കാൻ പറ്റും? നെവർ. എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറ്റത്തില്ല. ആ രാജ്യത്തിനത് ഭയങ്കര സ്ട്രിക്റ്റ്. അതൊക്കെ നല്ലോണം കഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാക്കിയെടുത്തു ഞാൻ. നല്ലോണം കഷ്ടപ്പെടണം. പിന്നുള്ളത് 3 വാക്സിൻസ് ആണ്. കാരണം ഞാൻ കൊറോണ ടൈമിൽ അങ്ങോട്ട് പോയത്. ഇതാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി. അതെ, ഞാൻ നല്ല എഞ്ചിനീയറാണ്. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയിരുന്നു. പിന്നെ ഒരാളുടെ പ്രൊഫഷൻ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദത്തിലോ നമുക്ക് താല്പര്യമില്ലാത്ത പഠിത്തത്തിലേക്ക് ജോലിയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും ഒക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗമായിട്ടുണ്ടാവാം. അത് പുള്ളിയുടെ താല്പര്യമല്ല. പുള്ളിക്ക് മറ്റേ പാഷൻസ് ഒക്കെയാണ് ഇഷ്ടമുള്ളത്. ഇപ്പം നല്ല വെഡ്ഡിങ്ങിൻ്റെ എന്തോ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, ലീവ് എടുത്ത് നിൽക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവര് അങ്ങോട്ട് വന്നോട്ടെ പറഞ്ഞു അവൻ ഈ വീടിന് പഠിച്ചോട്ടിരിക്കാൻ മതി. എന്നാ ഓക്കെ വേണ്ട, നമുക്ക് ഇങ്ങനെ വരാൻ പറഞ്ഞു. എല്ലാവരും വരുമ്പോൾ തന്നെ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ സംസാരം. ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ സംസാരം ഉണ്ട്. ഓക്കെ, ഈ ഒരു തല്ലണം കൊല്ലണം എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം. ഇനി ഇതിനകത്ത് പറഞ്ഞു പോയ ചില പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പെൺകുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയായിരുന്നു. അതായത് കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉണ്ടായിരുന്നു. അത് സർവൈവറാണ്. അപ്പോൾ അത് വലിയൊരു കാര്യം കേട്ടോ, ഹാറ്റ്സ് ഓഫ്. ഞാൻ അതിനെ ഒരിക്കലും വില കുറച്ച് കാണത്തില്ല. പക്ഷേ നിങ്ങളെല്ലാവരും വാക്കുകൾ മിതത്വം സൂക്ഷിക്കുക എന്നുള്ള കാര്യം വ്യക്തിപരമായി പറയാം. ഈ കുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവർ പഴനി മലയിലേക്കൊക്കെ യാത്രയായി. അതിനുശേഷം പഴനിയിലും മൂന്നാറിലൊക്കെ പോയിട്ടാണ് വന്നത്. ആ സമയത്ത് ഈ കുട്ടിക്ക് പീരീഡ്സിൻ്റെ ഒരു ഇതായത് കാരണം ഇവരുടെ കൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട് ഈ വീട്ടുകാരെന്നിട്ട് പോവുകയും ചെയ്തു. ഈ കുട്ടി ഒറ്റയ്ക്കായിരുന്നു. ആ ഒറ്റയ്ക്കായ സമയത്താണ് ഇദ്ദേഹം ഈ കുട്ടിയെ എന്തോ അവിടെ പോയെന്നോ അങ്ങനെ എന്നുള്ള കാര്യം ഒറ്റയ്ക്കായതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പോയെന്നുള്ളതാണോ അതോ വീഡിയോ കോൾ ചെയ്തെന്നുള്ള കാര്യമാണോ അത് വിഷമമായി പോയി. അപ്പോൾ കൊണ്ട് അവിടെ പോയി എന്നുള്ളതല്ല, അതോടുകൂടി തീരുമാനിച്ചു ഇനി എന്തായിരുന്നാലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കാം. പിന്നെ എന്തൊരു ഫോട്ടോ കാണിക്കാമെന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. അത് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതോടൊപ്പം തന്നെ അവരുടെ ഇതെന്ന് പറയുന്ന കുറേ അധികം വോയിസ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച് കുറേ അധികം വോയിസ് മകള് തന്നെ ഈ പുള്ളിക്കാരന് ഡയറക്റ്റായിട്ട് അവർ സംസാരിക്കുന്ന സമയത്ത് കൊലവിളിയോ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആ സമയത്ത് ആ ഒരു വോയിസൊക്കെ ഈ പുള്ളി റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ ഈ പുള്ളിക്കാരൻ അയച്ചു കൊണ്ടേയിരുന്നു. അത് പുള്ളി ഇതിനകത്ത് എൻ്റെ ഇതാണ് തമ്പനയിൽ കാണിക്കുന്നത് ആ ഒരു സാധനം. അപ്പം ആ ഒരു സാധനം കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതോടുകൂടി എല്ലാ തീരുമാനമാകും എന്നുള്ള രീതിയിൽ. അത് കാണിക്കാത്ത മാന്യതയാണ്, വേണമെങ്കിൽ കാണിക്കാം, പ്ലേ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഉറപ്പുണ്ട്. സോ ഇതേ ഉള്ളൂ. ഇത് ഈ ഒരു വിഷയം ഇങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ ശരിയാവും. അത് 2 കൂട്ടർ ഓർത്താ നിന്ന്, 2 അല്ല, ഇപ്പം 3 ചാനലിൽ കൂടെ 3 കൂട്ടർ ഇതെല്ലാം കാണാനുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു പരിധി എല്ലാത്തിനും വെക്കുന്നത് നന്നായിരിക്കും. പബ്ലിക്കിൽ സോഷ്യൽ മീഡിയ ആണ് ഇതൊക്കെ ആണെങ്കിലും സ്വന്തം കുടുംബകാര്യത്തിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയലാണ്. ഈ ചെളിവാരി എറിയകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും അത്ര നല്ല കണ്ണോടുകൂടി തന്നെ കാണുമെന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേരിടൽ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ ആരാണ് അറിയുന്നത്? എത്രയോ കുടുംബങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഒരു വീട്ടിൻ്റെ അകത്ത് നടക്കുന്നൊരു കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് കൊണ്ടിടുകയും അതിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയും അവരുടെ വിചാരങ്ങളെയും ട്രിഗർ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കാട്ടുകയും അതിനുശേഷം അവരെന്തെങ്കിലും പറയുമ്പോഴേക്ക് ഇരവാദം, വിഷമം, കരച്ചിൽ, കണ്ണുനീര്, ശാപം, ഇങ്ങനെ കുറേ പരിപാടികളായിട്ടൊക്കെ നടപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിച്ചോട്ടത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടി വന്നത്. അതിനകത്ത് കുറേ അന്ധവിശ്വാസങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കുന്നു. അതുകൊണ്ട്
പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പ്രണയിച്ച് കാത്തിരിക്കുന്നെങ്കിൽ അവരെ ഇറക്കിക്കൊണ്ടുവന്ന് ഉടനെ തന്നെ വ്ളോഗുകൾ തുടങ്ങാമെന്നും ഇതുപോലെയൊക്കെ ആയിക്കളയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഖുദാഹവ, നിങ്ങളുടെ ജീവിതം ഖതം. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.